ഇസ്രായേൽ ഹമാസ് യുദ്ധം പര്യവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിൻ്റെ പ്രധാനപ്പെട്ട ക്ലോസ് ബന്ദികളുടെ മോചനവും സൈന്യങ്ങളുടെ പിന്മാറ്റവുമായിരുന്നു. 3 ഘട്ടമായി പൂർത്തീകരിക്കപ്പെടുമെന്ന ധാരണയായിരിക്കുന്ന വെടിനിർത്തൽ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ബന്ദിമോചനം ഞായറാഴ്ച നടപ്പിലായതോടെ ഹമാസിൻ്റെ തടവറയിലുണ്ടായിരുന്ന 3 ഇസ്രായേൽ സ്ത്രീകളെ അവർ മോചിതരാക്കുകയും അതിന് ബദലായി ഇസ്രായേലിൻ്റെ തടവറയിലുണ്ടായിരുന്ന 90 പാലസ്തീൻ തടവുകാരെ ഇസ്രായേലും റിലീസ് ചെയ്തു. എന്നാൽ ബന്ദിമോചനത്തിൻ്റെ മധ്യവർത്തികളായി നിന്ന റെഡ് ക്രോസിന് ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസ് തീവ്രവാദികൾ കൃത്രിമമായി പുറത്തിറക്കിയിരിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറുന്നിടത്ത് 10,000-കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നാണ് ഹമാസ് പുറത്തുവിട്ട ഫൂട്ടേജുകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ ഹമാസ് അവതരിപ്പിച്ച ഈ ജനപങ്കാളിത്തം അങ്ങേയറ്റം കൃത്രിമമാണെന്നും അത്തരത്തിലൊരു ആൾക്കൂട്ടവും അവിടെ ഉണ്ടായിട്ടില്ലെന്നും ഇസ്രായേൽ സേനയുടെ വക്താവായിരുന്ന പീറ്റർ ലെന്നർ തൻ്റെ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയതോടെ ഹമാസന്മാരുടെ ബന്ദിമോചന ഇടപാടുകളിലെ ആൾക്കൂട്ട പ്രഹസനങ്ങൾ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. മോചിപ്പിക്കപ്പെട്ട ബന്ദികളെ ചുറ്റിപ്പറ്റി ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് വ്യാജ ആൾക്കൂട്ടത്തിൻ്റെ ഫോട്ടോകളും വീഡിയോകളുമാണ്. അണികളുടെ ബലം കാണിക്കാൻ ഹമാസ് പുറത്തിറക്കിയ ഈ ദൃശ്യപ്രകടനങ്ങൾ ഒപ്റ്റിക്കൽ മീഡിയയിലൂടെ ഉണ്ടാക്കിയ കൃത്രിമ ദൃശ്യങ്ങളായിരുന്നു. ബന്ദികളെ കൊണ്ടുപോകാനുള്ള റെഡ് ക്രോസ് വാഹനങ്ങൾ സൈറ്റിലെത്തുമ്പോൾ തിളങ്ങുന്ന പച്ച യൂണിഫോമിൽ വിരലിലെണ്ണാവുന്ന ഹമാസ് ഭീകരന്മാർ അണിനിരന്ന് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സൂം ഔട്ട് ലെൻസിലൂടെ കാണിക്കുമ്പോൾ വലിയ ആൾക്കൂട്ടത്തിൻ്റെ പ്രതീതി ജനിക്കും. ആയതിനാൽ അത് മുതലെടുത്ത് തങ്ങൾക്ക് ഇപ്പോഴും കനത്ത ജനപിന്തുണ ഉണ്ടെന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഹമാസന്മാർ. എത്ര കൊണ്ടിട്ടും പഠിക്കാത്ത മടയന്മാർ ഗാസ മുനമ്പിൽ തങ്ങളുടെ സായുധ സാന്നിധ്യം ഉണ്ടെന്നുള്ള സൂചനകൾ ഇസ്രായേലിന് നൽകുവാൻ എന്നതുപോലെ തല്ലിരുന്ന് വാങ്ങുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. ബന്ദിമോചനം നടക്കുന്ന സമയത്തുള്ള ഇത്തരം ആൾക്കൂട്ട ഗിമ്മിക്കുകളും മോചിപ്പിക്കപ്പെടേണ്ട ബന്ദികളുടെ പേരുകൾ സമർപ്പിക്കുന്നതിൽ ഹമാസിൻ്റെ നീണ്ട കാലതാമസവും അടക്കമുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പലതരം നടപടികളുമായി നീങ്ങുകയാണ് ഹമാസ് ഇപ്പോൾ. 500,000-നടുത്ത് നിരപരാധികൾക്ക് പെടുമരണം സമ്മാനിച്ച ഹമാസിനെതിരെ പാലസ്തീനിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുകയാണ്. മുൻപ് നടത്തിയ പല സർവേകളിലും അത് വ്യക്തമായിരുന്നു. എന്നാൽ തങ്ങൾക്കിപ്പോഴും ശക്തമായ ജനപങ്കാളിത്തവും പിന്തുണയും ഉണ്ടെന്നും തെളിയിക്കുവാനുള്ള പാഴ്വേലയുടെ ഭാഗമായിട്ടാണ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി 100 കണക്കിന് വ്യാജ അണിയാളുകളെ നിർത്തി കൃത്രിമമായ ശക്തി പ്രകടനങ്ങൾ കാട്ടി ഹമാസ് രംഗത്തിറങ്ങിയത്. ഇത്തരത്തിൽ ആളുകൾ വ്യാജശക്തി പ്രകടിപ്പിക്കുന്ന ഒരു വൻ ജനക്കൂട്ടമായി പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ധാരണകൾ ഉറപ്പിക്കുന്നതടക്കം മുൻപും പല കാര്യങ്ങൾക്കും ഹമാസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പീറ്റർ ലെന്നർ വ്യക്തമാക്കുന്നു. ഇതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ലെന്നും ഇത്തരം തരികിട വേലത്തരങ്ങൾ ഹമാസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് ഉയർന്ന സമയത്ത് ഗാസയിൽ നിന്ന് ഒഴുകുന്ന മാധ്യമ കവറേജ് നിയന്ത്രിക്കാൻ ഹമാസ് ഇത്തരത്തിൽ വലിയ ക്യാമ്പയിൻ നടപ്പാക്കിയിട്ടുണ്ടെന്നും ലെർണർ പറയുന്നു. അതേസമയം ഹമാസ് അവതരിപ്പിച്ച ഈ വ്യാജ ആൾക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ വിസ്താരമായ സ്റ്റോറിയോടെ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട് ഹമാസിൻ്റെ കാപട്യങ്ങളെയും ദൗർബല്യങ്ങളെയും തുറന്നു കാണിച്ചു. അറബ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഹമാസിനെ അങ്ങേയറ്റം ശക്തന്മാരായി കാണിക്കാൻ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനെയും ഈ ക്രിയേറ്റഡ് ചിത്രങ്ങൾ ഹമാസിൻ്റെ പാലിവുഡ് പൊങ്ങച്ചത്തേക്കാൾ മുകളിലാക്കി അവതരിപ്പിച്ചതിനെയും തുറന്നു കാണിച്ചു. തുടർന്നുള്ള ആഴ്ചകളിലും ഇത്തരത്തിലുള്ള ഫോട്ടോഷോപ്പ് ഗിമ്മിക്കുകളുമായി ഹമാസന്മാർ രംഗത്തിറങ്ങുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണിപ്പോൾ. ഹമാസിൻ്റെ ആഭ്യന്തര മന്ത്രാലയവും മീഡിയ ഡിവിഷനും ചേർന്ന യുദ്ധ കവറേജിൻ്റെ എല്ലാ വശങ്ങളും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിനാൽ മീർ അമിത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിനും ഹമാസ് ഭീകരന്മാരുടെ മുഖം കാണിക്കുന്നതിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഓരോ തീവ്രവാദ അപകടത്തെയും നിരപരാധിയായ സിവിലിയൻ എന്ന് റിപ്പോർട്ട് ചെയ്യാൻ നിബന്ധന ഇറക്കി. സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ നിരവധി പത്രപ്രവർത്തകർ കണ്ടപ്പോൾ ഹമാസ് മാർച്ചിംഗ് ഉത്തരവുകൾ ലംഘിച്ചെന്ന് കണ്ടെത്തുകയും
അത് പരാമർശിച്ച റിപ്പോർട്ടർമാരെ പുറത്താക്കുകയും ചെയ്തു എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും കൂട്ടനാശത്തിൽ നിന്ന് തലനാഴിയേക്ക് രക്ഷപ്പെട്ടിട്ടും കൃത്രിമ പണികളും തരികിട വേലകളും ഉപേക്ഷിക്കാൻ തീവ്രവാദികൾക്ക് മനസ്സു വന്നില്ല. തൂത്തുമാറ്റാനാകാത്ത ജന്മഗുണം തന്നെ.